നമ്മൾ സംസാര ഭാഷയിൽ എൻ്റേത് എന്ന് പറയാനും അത് എനിക്കാണെന്ന് പറയാനും പലപ്പോഴും ചിലർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളുടെ കൃത്യത അറിയാത്തത് കൊണ്ടാണ് സെൻറ്റൻസ് മേക്കിങ്ങിന് പ്രയാസപ്പെടുന്നത്. അപ്പോൾ ഇത് എൻ്റേതാണ് എന്ന് പറയാൻ ഹാദ ഹഗ്ഗി, അത്രയേ ഉള്ളൂ. ഹഗ്ഗി എന്ന് പറയാം. ഓക്കെ, ഒരു വസ്തുവിലേക്ക് ചേർത്താണ് പറയുന്നതെങ്കിൽ, ഉദാഹരണം ഗലം, പേന, ഇതെൻ്റെ പേനയാണ്, ഹാദ ഗലമി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? വീട്, ഹാദ ബൈത്തി എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന് എൻ്റേത് എന്ന് പറയാൻ സെപ്പറേറ്റാണ് ഹഗ്ഗി എന്ന് നമ്മൾ പറഞ്ഞത്, ഹഗ്ഗി. ഇനി ഇതേ സംഗതി തന്നെ എനിക്കാണ് എന്ന് പറയാൻ, ഇത് എനിക്കാണ് എന്ന് പറയാൻ എന്ത് പറയണം? ഹാദ ലീ എന്നാണ് പറയേണ്ടത്. ഹാദ ഷായി ലീ, ഈ ചായ എനിക്കാണ്. ഹാദ ഫുലൂസ് ലീ, ഈ കാശ് എനിക്കാണ് എന്ന് പറയാം. ഇത് നിങ്ങൾ മറ്റൊരാൾക്കാണ് പറയുന്നതെങ്കിൽ, ഇപ്പോൾ നിൻ്റേത് എന്ന് പറയാൻ ഹഗ്ഗക്ക്, അത് താങ്കളുടേത് എന്ന് പറയാനും അങ്ങനെ തന്നെ. ഇത് ലേഡിയോട് പറയുമ്പോൾ ഹഗ്ഗക്കി എന്നാണ് പറയേണ്ടത്. അതിന് സ്വാഭാവികമായിട്ടും ചില പ്രാദേശിക സ്ലാങ്ങിൽ ച എന്ന് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഖത്തറിലും കുവൈറ്റിലൊക്കെ പറയുന്നത് ഹാദ ഹഗ്ഗച്ച്, ഹാദ ഫുലൂസ് ഹഗ്ഗച്ച് യാ മാമ, ഹാദ ഫുലൂസ് ഹഗ്ഗച്ച്, ഹാദ ജവാൽ ഹഗ്ഗച്ച് യാ ഉഖ്തി, ഈ മൊബൈൽ താങ്കളുടേതാണ് സഹോദരി എന്നിങ്ങനെ ഹഗ്ഗച്ച് എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയാൻ, ഇത് നിങ്ങൾക്കുള്ളതാണ് സാറേ, ഹാദ ഷായി ലക്ക് യാ ഹബീബി, എങ്ങനെ പറയാം? ഈ ചായ താങ്കൾക്കാണ് എന്ന് പറയാൻ ഹാദ ഷാഹി ലക്ക് യാ സയ്യിദ്. ഓക്കെ, ഹാദ ഷായി ലീ ലക്ക്. അതിനി ലേഡിയോടാകുമ്പോൾ ലച്ച് എന്ന് പറയാം. എല്ലാ സ്ഥലത്തും അങ്ങനെ ഉപയോഗിക്കില്ല. പ്രാദേശികമായി അത്തരം സ്ലാങ് ഉപയോഗിക്കുന്നവർ മാത്രം ചി എന്ന ഉപയോഗം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പം അങ്ങനെ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കുമാണ് ഹാദ ലക്കും, ഹാദൽ ഫുലൂസില്ലക്കും, ഇത് നിങ്ങൾക്കുള്ള ക്യാഷാണ്. ഹാദി സയ്യാറല്ലക്കും, ഈ വാഹനം നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ക് എന്നതിന് സാധാരണ ലായാണ് ഉപയോഗിക്കുക. നേരത്തെ ഞാനൊരു വീഡിയോയിൽ നോഡ് എന്നതിൻ്റെ വിശദീകരണം നടത്തിയിരുന്നു. അത് സെയിമാണ്, വാക്ക് ആ അക്ഷരം സെയിമാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു ആംഗിൾ മലയാളത്തിലേക്ക് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരാൾക്ക് വേണ്ടി എന്ന് പറയാനും അങ്ങനെ തന്നെ. ഓക്കെ, ഹാദ ഷായി ലി ഉമ്മി, ഈ ചായ എൻ്റെ മാതാവിന് വേണ്ടിയുള്ളതാണ്. ഹാദ ഹദിയ ലിൽ മുദീർ. അപ്പോൾ വേണ്ടി, ഫോർ എന്നൊരർത്ഥത്തിനും അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കൃത്യമായ ഒരു അക്ഷരത്തിൻ്റെ തന്നെ ഒരു ഫോളോ അപ്പിൽ നമ്മൾ കൃത്യമായി ഉപയോഗിച്ചാലാണ് ആ ആശയം അതിൻ്റേതായ രീതിയിൽ വരികയുള്ളൂ. ഇത്തരം നല്ല കൃത്യതയാർന്ന അറബി ഭാഷ പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനും അറബിക് യൂണിയൻ എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന ഫ്രീ വെബിനാറിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. ശുക്രാൻ, മഅസ്സലാമ.